പരിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് സാധാരണഗതിയിൽ നിസ്കാരത്തിന് ശേഷവും അല്ലാതെയുമൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. എന്താണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. എന്നാൽ പല ആളുകളും ഇതിൻ്റെ അർത്ഥമറിയാതെയും ഇതിൻ്റെ പവിത്രത മനസ്സിലാക്കാതെയും ധൃതിയോടെ ചെല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഇത്രത്തോളം ധൃതിയോടെ ഇത് ചൊല്ലി എവിടത്തേക്കാണ് പോകുന്നത്? 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും നാം ഇതിൽ പറയുന്നത്. ഇത് വളരെ സമാധാനത്തോടെ, വളരെ സാവകാശത്തോടെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പ്രാർത്ഥന ഈ പരിശുദ്ധ റമളാനിൽ മുഴുവനും നിസ്കാരത്തിന് ശേഷവും അല്ലാതെയും സ്ത്രീയും പുരുഷനും എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഈ പ്രാർത്ഥനയെങ്ങാനും ചെല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ അവനിക്ക് കൊടുക്കുന്നതാണ്. ഒന്നെന്താ? ആദ്യമായി പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് മുഅ്മിനായി മുസ്ലിമായി മരണപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, പരിശുദ്ധമായ ഈ ഷഹാദത്ത് മരണസമയത്ത് ഇവനിക്ക് ചൊല്ലി നല്ല നിലയിൽ മരിക്കാൻ സാധിക്കും. രണ്ടാമതെന്താ പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണ്. ദോഷങ്ങളൊക്കെ പൊറുക്കാൻ, ഇവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ അല്ലാഹുവിനോട് പറയുകയാണ്. ഇവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും. ഇവൻ്റെ പാപങ്ങളൊക്കെയും അല്ലാഹു പൊറുക്കും. അതിന് പുറമേ ഇവൻ്റെ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കിക്കൊടുക്കുമെന്നുള്ളതാണ്. 2 കാര്യമായല്ലോ. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത്. 2 അസ്തഗ്ഫിറുല്ലാഹ് പാപമോചനം. 3 അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന സ്വർഗം ചോദിക്കുകയാണ്. അല്ലാഹു ഇവനിക്ക് സ്വർഗം നൽകും. മാത്രമല്ല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഇവനിക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് 4മത്തൊരു കാര്യം. വഅഊദു ബിക മിനന്നാർ നരകത്തിൽ നിന്ന് കാവൽ തേടലാണ്. അല്ലാഹു കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഇവനെ രക്ഷിക്കും. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ വളരെ ബഹുമാനത്തോടെ ആത്മാർത്ഥതയോടെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നാം ചെല്ലുകയാണെങ്കിൽ ഇവനിക്ക് കിട്ടാൻ പോകുന്ന വലിയ സ്ഥാനം ഈ പ്രാർത്ഥനയിലുണ്ട്. ഈ 4 കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുക തന്നെ ചെയ്യും. ഇത് പരിശുദ്ധ റമളാനിൽ കിട്ടിക്കോളണമെന്നില്ല. റമളാനിലും പ്രാർത്ഥിക്കാം. പക്ഷെ റമളാനല്ലാത്ത മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ റമളാനിലെ പ്രത്യേകമായ പ്രാർത്ഥനയാണ്. അല്ലാഹു തീർച്ചയായും ദുആ സ്വീകരിക്കുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ ഈ പ്രാർത്ഥന ധാരാളമായി നാം ചൊല്ലുക. തിരക്കിട്ട് എങ്ങനെയെങ്കിലും ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല. ഒന്നും കൂടി ഞാനത് ചൊല്ലാം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇതുപോലെ അക്ഷരശുദ്ധിയോടെ അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ ഈ പരിശുദ്ധ റമളാനിൽ ഈ പരിശുദ്ധമായ പ്രാർത്ഥന അധികരിപ്പിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇത്ര സാവധാനം ചെല്ലണമെന്നില്ല. ഇങ്ങനെയും ചൊല്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അപ്പോൾ ആദ്യം പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ
ഒരു ഇലാഹുമില്ല, അള്ളാഹു മാത്രമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. രണ്ടാമത് അസ്തഗ്ഫിറുല്ലാഹ്, എൻ്റെ ദോഷങ്ങളൊക്കെയും എൻ്റെ പാപങ്ങളൊക്കെയും നീ പുറത്തു തരണമേ, മാപ്പാക്കേണമേ. പാപങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് അവൻ്റെ ജീവിതം മുഴുവനും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, സ്വർഗം ചോദിക്കുകയാണ്. അള്ളാഹു അവനിക്ക് സ്വർഗം കൊടുക്കും, അപ്പോൾ സ്വർഗം കരുതണം. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുകയാണ്, അപ്പോൾ ആ ചിന്തയും മനസ്സിലുണ്ടാവണം. ഇങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ ഈ പ്രാർത്ഥന ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും ഈ പരിശുദ്ധമായ റമളാൻ നമുക്ക് ധന്യമാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.